ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള 5 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മേ ബി അവരുടെ ഉള്ളിലുള്ള ഈ ഒരു പേടി നിങ്ങളോട് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്നൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവരുടെ ചില സ്വഭാവ രീതിയിൽ നിന്നും അവരുടെ ചില പെരുമാറ്റത്തിൽ നിന്നും നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിക്കും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ പേടിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് നിങ്ങളെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഇവര് ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾ നോർമലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് ഇവർ അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യാതെയാണ് സംസാരിക്കുന്നത്. എന്നാൽ പോലും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അവര് അതിൽ കൺസേൺഡ് ആവും. നിങ്ങളോട് ചോദിക്കും, എന്താ ഇപ്പൊ എന്നോട് സ്നേഹമൊന്നുമില്ലേ? നീ സംസാരിക്കുമ്പോ എന്താ എന്നോട് ഇപ്പൊ പഴയ പോലെ സ്നേഹത്തോടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, നിന്റെ ശബ്ദത്തിൽ എന്താ മാറ്റം വന്നിരിക്കുന്നത്, എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ രീതിയിൽ അവരിങ്ങനെ തിരക്കിക്കൊണ്ടേയിരിക്കും. അവരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇഷ്ടക്കുറവ് അവരോട് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ അവർ വളരെയധികം ക്യൂരിയസ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് അവർ നിങ്ങളുടെ കാര്യത്തില് വളരെയധികം ഒബ്സർവേഷനോട് കൂടി ആയിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അപ്സെറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നിങ്ങളത് പുറത്ത് കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പുറത്ത് ഇങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങളുടേതെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവർ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ, എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവർക്ക് ഇതെങ്ങനെ മനസ്സിലായി, അല്ലെങ്കിൽ ഇവനിക്ക് ഇതെങ്ങനെ മനസ്സിലായി, ഞാനിപ്പോ അത് പുറത്ത് കാണിച്ചൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കുറിച്ച് അത്രയും കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഓരോ മാറ്റവും, നിങ്ങളുടെ ഫേസിൽ വരുന്ന ഓരോ ചേഞ്ചസും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവരാൽ കഴിയുന്ന ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനും അവർ റെഡി ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഇവരെപ്പോഴും നമ്മളിൽ നിന്ന് റീഅഷ്വറൻസ് സീക്ക് ചെയ്യുന്നവരായിരിക്കും. എന്താ ഈ റീഅഷ്വറൻസ് സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരെ നമ്മളിപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെയാണോ നമ്മളോട് ഇപ്പോഴും സ്നേഹമുള്ളത്, അല്ലെങ്കിൽ അന്നത്തെ പോലെ തന്നെ നമ്മളെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ ആഗ്രഹിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ തന്നെ ഇഷ്ടമാണോ? അപ്പൊ നമ്മള് എനിക്ക് നിന്നെ പണ്ടത്തെ പോലെ തന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ കൂടുതൽ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റീഅഷ്വറൻസ് ആണ്. അപ്പോൾ അവരതിൽ വളരെയധികം ഹാപ്പി ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇവൾക്ക് എന്താ പ്രാന്താണോ, അല്ലെങ്കിൽ ഇവൻക്ക് എന്താ വട്ടാണോ, ഇവൻ എന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ചെറിയ കുട്ടികളെ പോലെ എന്നൊക്കെ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവർ നമ്മളടുത്തൊന്നും റീഅഷ്വറൻസ് സീക്ക് ചെയ്യുന്നതാണത്. അതായത് നമുക്ക് അവരെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് നമ്മളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അവരതൊന്ന് ഉറപ്പിക്കുകയാണ്, ശരിയാണ്, ആളുടെ ഉള്ളിലുള്ള സ്ഥാനം എനിക്കിപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് എന്നുള്ളത്. ഇനി നാലാമതായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരുടെ എല്ലാ ഫ്യൂച്ചർ പ്ലാൻസിലും നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും എന്ത് കാര്യം അവർ പ്ലാൻ ചെയ്യുമ്പോഴും അതിലെ ഒരു സ്ഥാനം നിങ്ങൾക്കായിരിക്കും. നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അവരിങ്ങനെ പറയും, നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു പുതിയ വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കൊരു പുതിയ വീട് വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിൽ നമ്മളെ കൂടെ ചേർത്തിട്ടായിരിക്കും അവർ പറയുന്നത്. അവരൊരിക്കലും എനിക്കത് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും. അവരെപ്പോഴും നമുക്ക് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ വേർഡ്സിൽ പോലും അവർ യൂസ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടുന്നത്.
അവർ നിങ്ങളടുത്ത് ഓരോ കാര്യവും പ്ലാൻ ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഈ രീതിയിൽ പോകണം, അതിന് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ടും, അതുപോലെ ഒരു ദിവസം ഇപ്പൊ നിങ്ങൾ അവരെ വിളിക്കാണ്ടിരിക്കുകയാണെങ്കിൽ പോലും അത് കൃത്യമായി ഓർത്ത് അവർ നിങ്ങളെ വിളിക്കുന്നതായിട്ടും, ഓരോ സമയത്തും ആ റിലേഷൻഷിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവർ ബോധരാവുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്? അവരുടെ സൈഡിൽ നിന്നും അത്രയും എഫേർട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരിടുന്നത് കൊണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഒരു ലക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അവരുടെ ഉള്ളില് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉള്ളത് കൊണ്ട് കൂടിയാണ് അവർ ഈ രീതിയിലെല്ലാം പെരുമാറുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് ഒരാൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് ശരിക്കും അവരുടെ ഒരു ബലഹീനതയാണ്, അവരുടെ ഒരു ഫിയർ ആണ്. അയാളെ എനിക്ക് നഷ്ടമാകുമോ അല്ലെങ്കിൽ അയാൾ എന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു പേടിയുടെ പുറത്താണ് അവർ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഇതൊരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങൾക്കൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ടോക്സിക് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവേണ്ടത് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, ട്രസ്റ്റ്, ഇതിലൊക്കെയാണ്. ഒരിക്കലും ഒരാളെ എനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു പേടിന്റെ പുറത്ത് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന, സൈനിങ് ഓഫ്.